കാറ്റത്തെ കിളികൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുനന്ദ പറഞ്ഞത് പ്രകാരം സത്യങ്ങളെല്ലാം മനസ്സിലാക്കണം പോലീസുകാരൻ സുനന്ദയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ സുനന്ദനെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് അമ്മയും അമ്മാവനും. ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് സുനന്ദയുടെ അച്ഛനെ, അതായത് ധനശേഖരനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് പോലീസുകാരൻ. അയാൾ പറയുന്നുണ്ട് വീട്ടുകാർക്ക് വേണ്ടി ധനം ശേഖരിക്കുന്ന ആളാവരുത് ധനശേഖരൻ. ഇത് തൻ്റെ മോളെയും കൂടി അപമാനിക്കുന്ന രീതിയിലല്ലോ ഇപ്പോൾ താൻ പെരുമാറിയത്. ഇവരെ ഞാൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ പുറം ലോകം എന്നിട്ട് അറിയാം സുഭാഷ് നിങ്ങളുടെ മോളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറി. നിങ്ങളുടെ മോൾക്കും കൂടി നാണക്കേടാവില്ല. സ്വന്തം മോളുടെ മുഖത്ത് കരിവാരി തേച്ച് കൊണ്ട വേണോടോ പക വീട്ടാൻ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം അവരോട് പറയും, നിങ്ങൾ പുറത്ത് പോയി ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊക്കോ. എന്തായാലും ഈ പെൺകുട്ടി കേസ് വന്നതുകൊണ്ട് സത്യങ്ങൾ തിരിച്ചറിയണമെന്ന് പറയും. താൻ പോണ്ട, താൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞ് അയാൾ അവിടെ പിടിച്ചു നിർത്തും. ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഭാഷിൻ്റെ ജോലി സ്ഥലത്തെ ആൾക്കാരും ഹരീഷിൻ്റെ ജോലി സ്ഥലത്തെ ആൾക്കാരും അവിടെ കാത്തിക്കുണ്ടാവും ജാമ്യമൊക്കെ എടുക്കാൻ ആൾ വേണമെന്നൊക്കെ അറിയാൻ. അപ്പോൾ ഇത് ആര് പറഞ്ഞറിഞ്ഞെന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞറിഞ്ഞെന്ന് പറയും. ഇനിയിപ്പോൾ മതി, അങ്ങോട്ട് നാട്ടുകാരെ മുഴുവൻ പറഞ്ഞറിയിക്കാമെന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യപ്പെടും. അതിനുശേഷം 2 ഓട്ടോയിലായിട്ട് അവർ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ നിധി വേഗം പറയും, ഞാൻ വെള്ളം എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കും മോളെ, നന്ദിയുണ്ട് മോള് ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചതിന്. സത്യം പറഞ്ഞാൽ മോളൊരു പാവമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ മോൾക്ക് നല്ല ധൈര്യവും തൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലേ. ഇന്ന് വരെ ഇങ്ങനെ ഓരോ പ്രശ്നത്തിലും ഞങ്ങളാരും ചേർത്ത് പിടിച്ചിട്ടും ഞങ്ങളെ സഹായിച്ചിട്ടൊന്നുമില്ല, അത് മനസ്സിലായില്ലേ എന്ന് പറയും. ഞാനല്ല ചേട്ടാ, സുനന്ദ സത്യത്തിൽ പോലീസുകാരോട് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആകെ പെട്ടേനേന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, സുനന്ദയ്ക്കൊന്നും ക്രെഡിറ്റ് കൊടുക്കണ്ട, ഇത് ഇയാൾ തന്നെ എടുത്താൽ മതി. കാരണം സുനന്ദ വന്നില്ലല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക്. അവൾ കാര്യമില്ല ഇപ്പോൾ ഇതൊക്കെ പറ്റിയത്. അവളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. അത് തന്നെയാണ് ശരി എന്നുള്ളത് കാര്യം ഹരീഷും പറയും. എന്തായാലും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചില്ലേ. ആ സുനന്ദ ഇതിൻ്റെ പേരിൽ ഒരുപാട് തല്ലുകളുണ്ടാവും. അവളെ വീട്ടുകാർ പറയുന്നത് അവൾ കേട്ട് നിൽക്കുള്ളൂ, അവൾ പാവണമെന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. ശരി, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് അകത്തേക്ക് പോവാം, ഇനിയൊരു പ്രശ്നത്തിനിട നിൽക്കരുതെന്ന് പറയും. അപ്പോൾ സുധീഷിനോട് പറയും, ഇയാളോടും കൂടി പറയണേ ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നത്തിന് നിൽക്കരുതെന്ന് പറയും. ശരി മാഡം എന്ന് പറഞ്ഞ് 2 പേരും എല്ലാവരും കൂടെ അകത്തേക്ക് പോകും. പിന്നെ ഫോൺ ബെല്ലടിക്കുന്നതായിട്ടാണ് നിധി മുകളിൽ റൂമിലേക്ക് ചെന്നത്. അപ്പോൾ ഏട്ടത്തിയായിരുന്നു. അപ്പോൾ ആദ്യം വലിയ രസമില്ലാണ്ട് സംസാരിച്ചത്, എന്താ ഏട്ടത്തി എന്നൊക്കെ ചോദിക്കും. സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കീറുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറയും. അതിനുശേഷം സത്യത്തിൽ നിനക്ക് ആദ്യം വിവാഹം ഉറപ്പിച്ച ആളെ നിനക്ക് ഇഷ്ടമില്ലായിരുന്നു, സമ്മതിച്ചു. പക്ഷേ സുധീഷിനെ നീ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കും. പറയും, സുധീഷ് എന്നെ കൊണ്ടുപോകാൻ വന്ന ഡ്രൈവറായിരുന്നു, അല്ലാണ്ട് സുധീഷിനെ ഞാൻ ഇഷ്ടപ്പെട്ടൊന്നും പോകുന്നതല്ല, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അതൊരു ഡ്രാമ കല്യാണമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പെട്ടുപോയി സംഭവിച്ച കാര്യങ്ങളൊക്കെ ചേർത്തിക്ക് അറിയാലോ. പോലീസുകാരാണ് ഞങ്ങളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചതും രജിസ്റ്റർ മാരേജ് നടത്തിയതും. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ലീഗലായിട്ട് ഭാര്യ ഭർത്താവായെന്ന് മനസ്സിലായത്. അല്ലാണ്ട് സുധീഷിനെ എന്നെയോ എനിക്ക് സുധീഷിനെ ഇഷ്ടമൊന്നുമല്ല എന്ന് പറയും. ദൈവമേ, നീ എന്ത് മണ്ടത്തരമാണ് ചെയ്തത്. ഒരാൾ ചെയ്യോ, നിനക്കൊരു ഭാവിയില്ലേ, സുധീഷിനൊരു ഭാവിയില്ലേ, സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം എന്നല്ലേ നിൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഞാൻ ആ വീട്ടിലേക്ക് വന്നാലും നിങ്ങൾ ആ സൈക്കോനെ പിടിച്ച് എൻ്റെ തലയിൽ കെട്ടിവെക്കില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നേന്ന് പറയും. ഇപ്പോഴായാലും അങ്ങനെ തന്നെയല്ലേന്ന് പറയും. അത് ശരിയാണ്, അരുണേട്ടൻ അന്വേഷിച്ച് അയാൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് പറയും. അപ്പം നീ ഇനി എന്ത് ചെയ്യാൻ പോണ്, അറിയില്ല ഏട്ടത്തി എന്ന് പറയുമ്പോൾ അറിയില്ല എന്നല്ല, എത്രയും പെട്ടെന്ന് നീ സുധീഷിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ട് ഒരു വേഗം തന്നെ ഡിവോഴ്സിന് അപേക്ഷ കൊടുക്കണം, വക്കീലിനെ പോയി കാണണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് രണ്ടും രണ്ടായി മാറണം, അല്ലെങ്കിൽ ഭാവിയിൽ സുധീഷിന് ഡൈവോഴ്സ് തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആകെ പെടൂലേ എന്ന് പറയും. അത് ശരിയാണ് ഏട്ടത്തി, ഞാൻ സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറയും. അതിനുശേഷം നിധി കിടന്നുറങ്ങായിരിക്കും. പിന്നീട് ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിക്കുന്നതും സുധീഷ് ഡിവോഴ്സ് തരില്ല, മരണം വരെ നീ എൻ്റെ ഭാര്യയായിരിക്കും എന്ന് സുധീഷ് പറയുന്നതായിട്ടും നിധി സ്വപ്നം കാണും. അങ്ങനെ ചാടി എഴുന്നേൽക്കും. ദൈവമേ, സ്വപ്നം കണ്ട പോലെ തന്നെ സുധീഷ് സമ്മതിക്കില്ലേ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് നിധിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായില്ല. എന്നിട്ട് വേഗം എഴുന്നേറ്റ് ഇപ്പം തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് നേരെ 4 പേരും കൂടെ കിടക്കുന്നിടത്തേക്ക് എല്ലാം പതുക്കനെ ചെന്ന് സുധീഷിനെ വിളിക്കും. സുധീഷേ എന്ന് വിളിക്കും. എന്താ നിധി എന്ന് ചോദിക്കും. ഒന്ന് പുറത്തേക്ക് പോയി ഒന്ന് സംസാരിക്കാനെന്ന് പറയും. അങ്ങനെ നിധി പുറത്തേക്ക് പോകുമ്പോൾ സുധീഷ് സന്തോഷത്തോടെ ചാടി എഴുന്നേൽക്കുന്നു. ഈശ്വര, ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടന്നോ, എന്നോട് ഐ ലവ് യു പറയാനായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പുറത്തേക്ക് പോകും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നിധി കാത്തിക്കുണ്ടാവും. എന്താ നിധി പറയുമെന്ന് പറയും. ഇയാളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞതെന്ന് പറയും. ശരി, മനസ്സിലുള്ളത് എന്തായാലും തുറന്നു പറഞ്ഞാൽ സന്തോഷത്തോടെ പറഞ്ഞു എന്ന് പറയും. അതെ, നമ്മളൊരു ദിവസം രാത്രി നമ്മളൊരു ദിവസം ഒരു പാർക്കിൽ പോയില്ലേ, പോവാന്ന് പറയും. അവിടേക്കൊന്ന് പോയാലോ, അതിനെന്താന്ന് പറയും. ഇപ്പം തന്നെ പോകണോ, ഇപ്പം തന്നെ പോകാമെന്ന് പറയും. എന്നാൽ ഞാൻ റൂമിൽ പോയി മൊബൈൽ എടുത്തിട്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ സുധീഷാണെങ്കിൽ ദിവാസ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കിന്.
അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ഈശ്വര എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ, എൻ്റെ സ്വപ്നം സത്യമായല്ലോ, ഇത് സ്വപ്നം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കൈമലൊക്കെ നുള്ളി സന്തോഷത്തോടെ നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.